ലോകത്തിൻ കഥയറിയാതെ. നമസ്കാരം. എന്തൊരു തൊലിഞ്ഞ പാട്ടല്ലേ ഈ പാട്ട്. നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പാട്ടും പട്ടികളുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ പട്ടികളെ വളർത്തുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ എത്ര കെട്ടിയിട്ടാലും ഈ പട്ടികൾ കെട്ട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ചാടും. പിന്നീട് അവർ തെരുവ് പട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പട്ടികളും നമ്മുടെ ഈ പാട്ട് സംഗീതവുമായിട്ട്, അത് ബിഗ് ബോസുമായിട്ട് കമ്പയർ ചെയ്തപ്പം ഒരുപാട് സിമിലാരിറ്റി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ പട്ടികൾ തെരുവിലേക്ക് ചാടുന്ന ഒരു ടൈമെന്ന് പറയുന്നത് കന്നിമാസത്തിലാണ്. അത് പ്രത്യേക ഒരു ടൈമിലാണ്. അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസിലെ പരിപാടിക്ക് ഇവരൊരു സീസൺ ടൈമിലാണ് ഈ പട്ടികൾ ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത്. കന്നിമാസത്തിലാണ് പട്ടികൾ പെരുമാറുന്നത്. ഈ ബിഗ് ബോസ് സീസണിലാണ് ഇവിടെയുള്ള ആളുകൾ ഈ പട്ടികളുടെ സെയിം ക്യാരക്ടർ കാണിക്കുന്നത്. അതിനുദാഹരണം പറയുകയാണെങ്കിൽ, ഈ പട്ടികൾ കന്നിമാസം ആകുമ്പോൾ പുറത്തേക്ക് ചാടുമ്പോൾ ഇവർ പ്രത്യേക രീതിയാണ്. ഇവർ നുര കൊത്തി പതിഞ്ഞ് പൊങ്ങി ഇവരുടെ കാമവെറികൾ, പട്ടികളാട്ടോ, പട്ടികളുടെ കാമവെറികൾ പുറത്തേക്ക് പോകും. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ എല്ലാം പറഞ്ഞിട്ട് ഇവർ ഈ മൃഗസഹജമായ രീതിയോടെ വന്യവാസനയോടെ ഇവർ എണ്ണ ചേരും. അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ്. അവരുടെ സമയത്ത് ലജ്ജ എന്ന് പറയുന്ന സാധനം അറിയുന്നില്ല, നാണവും മാനവും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അതേ രീതി തന്നെയാണ് ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് സീസൺ ആയി കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞതെല്ലാം മറക്കും. നമ്മുടെ ഫാമിലി മറക്കും, അപ്പനെയും അമ്മയും മറക്കും. ഇവർക്ക് പിന്നെ ആ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. തങ്ങളുടെ കാമപ്പേക്കുത്തുകൾ നാലാൾ കണ്ടുറന്ന് കാണുന്നുവെന്ന് ഈ പട്ടികൾ, ഞാൻ പട്ടികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, പട്ടികൾ കാര്യമാക്കുന്നതേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റിലെ ഈ ബിഗ് ബോസ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കന്നിമാസത്തിലെ പട്ടികളെയാണ് ഓർമ്മ വരുന്നത്. അത്രയും കാലം അടച്ചു പൂട്ടി കെട്ടിവെച്ചിരുന്ന കാമം മുഴുവനും കൂടെ ഒരു ദിവസം ഓരോ നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഈ നാറുകൾ പുറത്തേക്ക് ഒഴുക്കും. പട്ടികളെ നമുക്ക് പട്ടികളെങ്കിലും വിളിക്കാമല്ലോ. ഈ നാറികളെ നമ്മൾ എന്ത് വിളിക്കാനാ? ഞാൻ ചോദിക്കുന്നത്, ഈ നാറികൾക്കൊക്കെ എന്തിൻ്റെ കഴപ്പാണ്? നമ്മൾ ഒരുപാട് ആരാധിച്ച്, നമ്മൾ എന്താ പറയുക, മലയാളത്തിൻ്റെ മഹാനടനായിട്ട് കണ്ട പ്രിയപ്പെട്ട മോഹൻലാലിന് ഇയാൾക്ക് എന്തിൻ്റെ കുത്തിക്കഴപ്പാണ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. കേരളത്തിലെ കലാരംഗത്തിൻ്റെ ഐക്കണായിട്ട് നിൽക്കേണ്ട മോഹൻലാൽ ഇതുപോലൊരു കോണത്തിലെ പരിപാടിക്ക് പോയിട്ട് തലവെച്ച് കൊടുത്ത് ഇയാൾക്ക് എന്തിൻ്റെ കുത്തിക്കഴപ്പാണ്? പണത്തിന് വേണ്ടിയിട്ടാണോ? വല്ലാത്ത കഷ്ടം തോന്നുവാണ് ബഹുമാനപ്പെട്ട മോഹൻലാൽ സാർ. താങ്കൾ എന്താണ് മലയാളികൾക്ക് കൊടുക്കുന്നത്? കഴപ്പിൻ്റെ പര്യായം മാത്രമായി മാറിയിരിക്കുകയാണോ താങ്കൾ? പണം കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല, ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങീ കാണിക്കുന്ന അവസ്ഥ കണ്ടുപഠിക്കണം മറ്റു നടന്മാരെ കേട്ടോ. അഭിനയം മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ഇച്ചിരി കഴപ്പ് കുറയ്ക്കണം. മമ്മൂട്ടിയെ പോലെയുള്ള മഹാനടന്മാരൊക്കെ ഉണ്ട്, അവർ ഈ കഴപ്പിന് പോകത്തില്ല. എന്ത് കഷ്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ മോഹൻലാലൊക്കെ കാണിക്കുന്നു. ഇത് കണ്ട് നിൽക്കുവാനും കാണാനൊക്കെ എന്തൊക്കെ ഡയലോഗ് പറഞ്ഞാലും നിങ്ങളെപ്പോലെ എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ ഇത് കാണും. അതായത് ഒളിച്ചു വെച്ചിരിക്കുന്നത് കാണാനുള്ള മലയാളികളുടെ ഒരു കഴപ്പുണ്ട്. ആ കഴപ്പാണ് ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് തോന്നും. ഏഷ്യാനെറ്റിനാണോ കഴപ്പ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കാണോ കഴപ്പ്, പ്രിയപ്പെട്ട മോഹൻലാലിനാണോ കഴപ്പ് എന്നുള്ള കാര്യം നമുക്കിപ്പോഴും സംശയമാണ്. ലാൽ സാറേ, എനിക്കറിയാം ഇത് കച്ചവടത്തിൻ്റെ കാലം തന്നെയാണ്. ബഹുമാനപ്പെട്ട മോഹൻലാൽ സാർ അങ്ങും കച്ചവടക്കാരൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തിനെ കച്ചവടം ചെയ്യാം, എന്തിനെ നമുക്ക് വിൽക്കാം. നമുക്ക് താലി കെട്ടി കൂടെ കൂട്ടിയ പെണ്ണിനെ വിൽക്കാം, നൊന്ത് പ്രസവിച്ച് നമ്മുടെ തള്ളയെ വിൽക്കാം, കൂടെ പറഞ്ഞ പെങ്ങളെ വരെ വിൽക്കാം. 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം തന്തയെ വരെ നമുക്ക് ഒറ്റ കൊടുക്കാം. കൂടെ നിൽക്കുന്ന, നിഴലായിട്ട് കൂടെ നിൽക്കുന്ന ചങ്ങാതിയെ ചതിക്കാം, ആന്റണിയെ ചതിക്കരുത് കേട്ടോ. കാശിന് വേണ്ടി നമ്മുടെ ആരുടെ മുന്നിലും, നമ്മൾ പൈസയ്ക്ക് വേണ്ടി ആരുടെ മുന്നിലും, പണമാണ് പ്രശ്നം, കാശിന് വേണ്ടി ആരുടെ മുന്നിലും കാലകത്തി വെച്ച് കൊടുക്കും. കുനിഞ്ഞു നിന്ന് കുമ്പിട്ട് നിൽക്കും, കുനിഞ്ഞു നിന്നു എന്നെ ഭോഗിച്ചോളൂ എന്ന് ഉറക്കെ പറയും. അതാണ് ബിഗ് ബോസ്. ഇത് തന്നെയാണ് ബിഗ് ബോസ് നമ്മുടെ മലയാളത്തിന് ഉയർത്തിത്തരുന്ന, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂല്യം എന്ന് പറയുന്നത്. അറിയാം സാർ, നിങ്ങളതെല്ലാം വിൽക്കും. നിങ്ങളുടെ മാനം വിൽക്കും, അഭിമാനം വിൽക്കും, കൂടെയുള്ള ആണിനെയും പെണ്ണിനെയും വിൽക്കും. എൻ്റെ പൊന്നു ലാൽ സാർ, ഞങ്ങൾ അത്രയും സ്നേഹിച്ചിട്ടാണ് നിങ്ങളെ, അത്രയും സ്നേഹിച്ചിരുന്നു. പുലയാട്ടാനാണ് തോന്നുന്നത് സാർ സാധാരണപ്പെട്ട അങ്ങേ ഇഷ്ടപ്പെടുന്ന സാധാരണ പ്രേക്ഷകന്. വെറുതെ ഉച്ചത്തിൽ അങ്ങയുടെ മുഖത്ത് നോക്കി പുലയാട്ടാൻ തന്നെയാണ് തോന്നുന്നത്. അന്യൻ്റെ കിടപ്പ് മുറിയിലേക്ക്, പെണ്ണുങ്ങൾ കൂടി നിന്ന് കുളിക്കുന്ന കുളക്കടവിലേക്ക്, ഇല്ലേ ബാത്റൂമിലേക്ക്, ഒരു ഒളിവും മറവും നാണവുമില്ലാതെ ഒളിഞ്ഞു നോക്കി ഹസ്തഭോഗം ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്ന മലയാളികളുടെ നെറുകെട്ട വൈകൃതത്തിൻ്റെ ആധുനിക രൂപമല്ലേ സാർ ഈ ഏഷ്യാനെറ്റിൻ്റെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ കോണത്തിലെ പരിപാടി? എന്ത് കഷ്ടമാണിത് ശരിക്കും പറഞ്ഞാൽ. ഈ കുത്തിക്കഴപ്പെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കുത്തിക്കഴപ്പിനെ കുത്തും, അതായത് പെയിൻ്റൊക്കെ അടിച്ച് കുത്തി നെയിൽ പോളിഷ് ഇരിക്കും, ക്യൂടെക്സൊക്കെ ഇട്ടി, നമ്മുടെ നല്ല സ്വർണ്ണവും ഉടുപ്പൊക്കെ ഇട്ട് ചുരിദാറൊക്കെ ചാർത്തി നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് ആനയിക്കുന്ന ഒരു, അത് പറയുന്നില്ല, കുണച്ച പരിപാടി. അതാണ് ബിഗ് ബോസ്. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിലോട്ട് കുത്തിക്കയറിയിട്ട് കഴപ്പ് കൂടിയ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും കാണിക്കുന്ന ഒരു തൊലിഞ്ഞ പരിപാടി. അതല്ലേ സാർ
ബിഗ് ബോസ് എന്ന് പറയുന്നത്? ഇവർ പൊതിഞ്ഞു വെച്ച കുറേ ക്യാമറകൾക്ക് മുന്നിൽ നാണവും മാനവും ഇല്ലാതെ തുണി അഴിച്ച് ആടുന്ന ആഭാസതരം കാണാനും കണ്ട് രസിക്കാനും ചിരിക്കാനും ഒക്കെ നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയൊക്കെയുള്ള കുറേ ആളുകളുണ്ട്. ഫ്ലാസ്ക് മറിഞ്ഞു പോയി, ഫ്ലാസ്കിനകത്ത് വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപയുടെ ഫ്ലാസ്ക് ആണെന്നാണ് പറയുന്നത്. ഒരു നാറി ഇറങ്ങിപ്പോയിട്ട് 10 ലക്ഷം രൂപയുടെ ഫ്ലാസ്ക് അവൻ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഈ കള്ളപ്പൊലയാടിമാനൊക്കെ എന്ത് പറയാൻ പറ്റും? ആർക്കാണ് സാർ ഇവിടെ കൂടുതൽ കുത്തിക്കഴിവ്? ബിഗ് ബോസിൽ കുടിച്ചും കുടിക്കാതെയും കൂത്താടുന്ന അതിലെ ആർട്ടിസ്റ്റുകൾക്കാണോ? ഏഷ്യാനെറ്റ് മാനേജ്മെൻറ്റിനാണോ? ബിഗ് ബോസ് അവതരിപ്പിക്കുന്ന നിങ്ങൾക്കാണോ മോഹൻലാൽ സാർ? പ്രിയപ്പെട്ട മോഹൻലാൽ സാർ, ഇരുളിൻ്റെ മറവിൽ തുണിയഴിക്കുന്ന വ്യഭിചാരികളുണ്ട്. എറണാകുളത്തും എടപ്പള്ളിയിലും കേരളത്തിൽ പലയിടത്തുമുണ്ട്. അവർക്കുണ്ടാവും സാർ നിങ്ങളെക്കാളൊക്കെ കൂടുതലും നാണം. പോൺ വീഡിയോയിൽ അഭിനയിക്കുന്ന വാലന്റീന നാപ്പിക്കും ഡാനിയൽസിനും മിയ ഖലീഫയ്ക്കും കാണും സാർ നിങ്ങളെക്കാളൊക്കെ നാണവും മാനവും. എന്ത് ബിഗ് ബോസ് ആണ് സാർ? കുത്തിക്കഴപ്പിൻ്റെ കൂട്ട വിളയാട്ടമെന്നല്ലാതെ എന്താണ് സാർ അതിനെ പറയേണ്ടത്? ഒളിഞ്ഞു നോട്ടത്തിൻ്റെ പ്രാകൃത വിനോദം എന്നല്ലാതെ അതിനെ എന്താണ് സാർ വിളിക്കേണ്ടത്? എന്ത് കോണത്തിലെ പരിപാടിയാണ് സാർ ഇത്? എനിക്കറിയില്ല ബിഗ് ബോസ് ഒരു സാധാരണക്കാരന് പകർന്നു നൽകുന്ന എന്ത് മൂല്യമാണെന്നുള്ളത്. ലൈംഗിക വൈകൃതത്തിൻ്റെ തേച്ചാലും മായ്ച്ചാലും പോവാത്ത ഉള്ളടയാളങ്ങൾ ഉള്ളിൽ എപ്പോഴും പേറുന്ന ബിഗ് ബോസിൻ്റെ നിർമ്മാതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ. മരപ്പാഴുകളെ, മൈലുകളെ, ലൈംഗിക ശമനത്തിന് ഇപ്പോൾ ഒളിഞ്ഞുതോട്ടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വിരലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടും നല്ല കിട്ടുന്ന സാധനങ്ങൾ. ഒളിഞ്ഞുതോട്ടം ആവശ്യമില്ലാതെ തെളിവും HD ക്ലാരിറ്റിയുള്ള ഒന്നാന്തര സെക്സ് വീഡിയോസ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ അറിയാം ഇതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ. എന്നിരിക്കെ നിനക്കൊക്കെ എന്തിൻ്റെ അളമുട്ടിയ കുത്തിക്കിഴപ്പാണ് മലയാളം പേശും പടത്തിൻ്റെ മികവ് പോലും ഇല്ലാതെ ഇങ്ങനെ പടച്ചു വിടുന്നത്. ആടുന്നവരും ആട്ടുന്നവരും ആ അശ്ലീല ആട്ടത്തിന് മുമ്പിൽ ഒരു കൂട്ടഭോഗത്തിൻ്റെ രതിയിൽപ്പെട്ട ഉണ്ണാക്കന്മാരെ പോലെ വാതുറന്നിരിക്കുന്ന ഒരു കൂട്ടം മലയാളികളും. എന്ത് ലജ്ജാകരമാണ് സാർ ഈ കാഴ്ചകൾ. നമ്മുടെ ബോധത്തിൻ്റെ മേൽ നന്മ തിന്മകൾ നിറഞ്ഞ ചിന്തകൾക്ക് മേൽ നമ്മുടെ നാം മാത്രമായിരിക്കുവാനുള്ള അവകാശത്തിന് മേൽ കാരുണ്യത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെ കാർക്കിച്ച് തുപ്പുകയല്ലേ സാർ ബിഗ് ബോസ് എന്ന ഈ തൊലിഞ്ഞ പരിപാടി, ഈ തൊലിഞ്ഞ അശ്ലീലം? നാട്ടിൽ തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചവും വെളിയിൽ വെളിച്ചമുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അറിഞ്ഞായിരുന്നോ? ഒരു അഭിഭാഷകൻ, ഒരു വക്കീലെ ബിഗ് ബോസിനെതിരെ കോടതിയിൽ കേസിന് പോയിരിക്കുന്നു. നല്ല കാര്യമാണ്. കേസ് സ്വീകരിച്ചുകൊണ്ട് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ ബിഗ് ബോസിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. എല്ലാ വാതിലുകളും അടയുമ്പോൾ സാർ ഞങ്ങൾക്ക് കോടതി മാത്രമേ സാധാരണക്കാരൻ്റെ രക്ഷയ്ക്കുള്ളൂ. കഴപ്പധികമായി കുത്തിക്കഴപ്പായാൽ മുള്ളുമുരികൾ കയറി ഇറങ്ങിയാൽ കുറച്ച് ശമനം കിട്ടുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എനിക്കും അതേ പറയാനുള്ളൂ. നിൻ്റെയൊക്കെ കുത്തിക്കഴപ്പ് തീർക്കാനുള്ളതല്ല സാധാരണക്കാരൻ്റെ, പാവപ്പെട്ടവൻ്റെ, മലയാളികളുടെ ജീവനും ജീവിതവും. ദേ അപ്പുറത്തൊരു മുള്ളുമുരിക്ക് വളർന്നു നിൽപ്പുണ്ട്. കയറി ഉരയ്ക്ക്, നിൻ്റെയൊക്കെ കഴപ്പങ്ങ് തീരട്ടെ.